എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല. പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മഞ്ഞിൽ വിമലയെന്ന കഥാപാത്രത്തോട് നായകന്റെ ഇഷ്ടം പറഞ്ഞ വരികളാണിത്. MDക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ എഴുതാൻ കഴിയുക? മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാത്ത എഴുത്തുകാരനായിരുന്നു MD. മലയാളത്തിന്റെ സ്വന്തം MD. അനശ്വരനായ ആ എഴുത്തുകാരൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിടവ് നികത്താൻ ഇനി ആരുമുണ്ടാകില്ലെന്ന് ഓരോ മലയാളി മനസ്സും മന്ത്രിക്കും. പുന്നയൂർക്കുളം സ്വദേശി T. നാരായണൻ നായരുടെയും കൂടല്ലൂർക്കാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായാണ് 1933 MDയുടെ ജനനം. മലമക്കാവ് എലമെന്ററി സ്കൂൾ, കുമരനല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ MD പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം സ്വന്തമാക്കി. തുടർന്ന് പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം അദ്ദേഹം അത് രാജിവെച്ചു. തുടർന്ന് മാതൃഭൂമിയിൽ അദ്ദേഹം പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചു. കോളേജ് പഠനകാലത്ത് പുറത്തിറങ്ങിയ രക്തം പുരണ്ട മണൽത്തരികളാണ് അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരം. പാതിരാവും പകൽ വെളിച്ചവുമാണ് ആദ്യ നോവൽ. നാലുകെട്ട് മുതൽ വാരണാസി വരെ, കാലം മുതൽ അസുരവിത്ത് വരെ എഴുതിയ നോവലുകളെല്ലാം മലയാളികളുടെ പ്രിയപ്പെട്ടതായി. രണ്ടാം മൂഴം ക്ലാസിക് നോവലുകളുടെ കൂട്ടത്തിലും ഇടം പിടിച്ചു. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, ഷെർലക്ക്, വാനപ്രസ്ഥം തുടങ്ങിയ കഥകൾ മലയാളിയുടെ ഹൃദയങ്ങൾ കീഴടക്കി. മഞ്ഞിലെ വിമലയും നാലുകെട്ടിലെ അപ്പുണ്ണിയും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്. താൻ ഒരു കഥ എഴുതിയ ശേഷം മാത്രമേ കരഞ്ഞിട്ടുള്ളൂ എന്ന് MD ഓർത്തെടുത്തിട്ടുണ്ട്. അത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന അനശ്വര കൃതിക്ക് തൂലിക ചലിപ്പിച്ച ശേഷമായിരുന്നു. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരേട് തന്നെയായിരുന്നു. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് MD ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത്. തുടർന്ന് ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, പരിണയം, വൈശാലി, സതയം തുടങ്ങി 30 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. നിർമാല്യം, ബന്ധനം, മഞ്ഞ്, വാരിക്കുഴി, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. നിർമാല്യം 1973 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം മുതൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ MD സ്വന്തമാക്കി. 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആ മഹാപ്രതിഭയെ ആദരിച്ചു. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പത്രാധിപർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, ലേഖകൻ, പ്രഭാഷകൻ, നാടകകൃത്ത്, നടൻ, ഭാഷകൻ, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, സംഘാടകൻ, ഭരണാധികാരി, ജ്ഞാനപീഠമടക്കമുള്ള പുരസ്കാരങ്ങളുടെ ജേതാവ് എന്നിങ്ങനെ ഇടപെട്ട ഇടങ്ങളിലെല്ലാം അദ്ദേഹം തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചു. MD യുഗം ഇവിടെ അവസാനിക്കുമ്പോൾ മലയാള സാഹിത്യത്തിന്റെ ഒരു കാലം കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നത്. ഞങ്ങളുടെ വായനാവേളകളെ അത്രമേൽ ധന്യമാക്കിയതിന് പ്രിയ എഴുത്തുകാരന് ഹൃദയത്തിൽ നിന്ന് നന്ദി.